2028 ഒളിമ്പിക്സ് നടക്കുന്നത്. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. ഇപ്പോൾ 2024 എവിടെയായിരുന്നു? പാരീസിലായിരുന്നു അല്ലേ? ഫ്രാൻസിലെ പാരീസിലായിരുന്നു. ഇത് ലോസ് ഏഞ്ചൽസ്, അതായത് 2028 ലോസ് ഏഞ്ചൽസിലാണ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. രണ്ടായിരത്തി 2024 കർഷക ഭാരതി പുരസ്കാരം നേടിയത്. 2024 കർഷക ഭാരതി പുരസ്കാരം നേടിയത് ടി.വി. രാധാകൃഷ്ണനാണ് കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത്. ടി.വി. രാധാകൃഷ്ണന് കർഷക ഭാരതി പുരസ്കാരം എന്തിനാണ് ഈ കർഷക ഭാരതി പുരസ്കാരം കൊടുക്കുന്നത്? കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കാണ് കർഷക ഭാരതി പുരസ്കാരം കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വർഷം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ടി.വി. രാധാകൃഷ്ണനാണ് കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത്. 2023 കാർഷികോത്തമ പുരസ്കാരം നേടിയത്. 2023 പുരസ്കാരമാണ്. 2024 പുരസ്കാരം അനൗൺസ് ചെയ്യുന്നത്. അത് 2023 എന്നാണ് പറയുക. 2023 കാർഷികോത്തമ പുരസ്കാരം ഈ വർഷമാണ് അനൗൺസ് ചെയ്യുക. കാർഷികോത്തമ പുരസ്കാരം നേടിയത് ആരാണ്? സി.ഡി. രവീന്ദ്രൻ നായർക്കാണ് 2023 കാർഷികോത്തമ പുരസ്കാരം ലഭിച്ചത്. സി.ഡി. രവീന്ദ്രൻ നായർ ഇടുക്കി രാജാകണ്ടം സ്വദേശിയാണ്. രാജാകണ്ടം സ്വദേശിയായ സി.ഡി. രവീന്ദ്രൻ നായർക്കാണ് 2023 കാർഷികോത്തമ പുരസ്കാരം ലഭിച്ചത്. ഇടുക്കി രാജാകണ്ടം സ്വദേശിയായ സി.ഡി. രവീന്ദ്രൻ നായർ. 2023 കേരകേസരി പുരസ്കാരം നേടിയത്. 2023 കേരകേസരി പുരസ്കാരം നേടിയത് പി.ടി. സുഷമയ്ക്കാണ് കേരകേസരി പുരസ്കാരം ലഭിച്ചത്. മലപ്പുറം താനാളൂർ സ്വദേശിയാണ്. മലപ്പുറം താനാളൂർ സ്വദേശിയാണ് പി.ടി. സുഷമ. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം നേടിയത് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിനാണ് 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 75,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 75,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാമതാണ്. 2024 പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനത്ത് എത്തിയ രാജ്യം. 2024 പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനത്ത് എത്തിയ രാജ്യം ചൈനയാണ് 1ാം സ്ഥാനത്ത് എത്തിയ രാജ്യം. 220 മെഡലുകളാണ് ചൈനയ്ക്ക് ലഭിച്ചത്. ഇനി 2ാം സ്ഥാനം ആർക്കായിരുന്നു? ബ്രിട്ടനാണ്. 2ാം സ്ഥാനം ബ്രിട്ടനാണ് ലഭിച്ചത്. ബ്രിട്ടൻ എത്ര മെഡലുകളാണ് കരസ്ഥമാക്കിയത്? 124 മെഡലുകളാണ്. 124 മെഡലുകളാണ് ബ്രിട്ടൻ കരസ്ഥമാക്കിയത്. ഇനി ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 18ാം സ്ഥാനത്തായിരുന്നു. 18 ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യയുടെ മെഡലുകളുടെ എണ്ണം 29 മെഡലുകളാണ് ലഭിച്ചത്. 29 മെഡലുകൾ. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം
29 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇന്ത്യയുടെ സ്ഥാനം 18. ഒന്നാം സ്ഥാനം ലഭിച്ചത് ചൈനയ്ക്കാണ്. 220 മെഡലുകളാണ് ലഭിച്ചത്. രണ്ടാം സ്ഥാനം ബ്രിട്ടനാണ് കൈവശമാക്കിയത്. 124 മെഡലുകളാണ് ബ്രിട്ടന് ലഭിച്ചത്. ഇന്ത്യക്ക് 18ാം സ്ഥാനം, 29 മെഡലുകൾ, 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. 2024 US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം. 2024 US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ആര്യാന സബലങ്കയ്ക്ക്. 2024 US ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം. 2024 US ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം യാനിക് സിന്നർ. 2024 DRDOയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് കെ രാജലക്ഷ്മി മേനോൻ. 2024 ഒക്ടോബറിൽ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 2024 ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് അതിഷി. ആം ആദ്മി പാർട്ടി നേതാവായ അതിഷിയാണ് ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവർ അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ നേതാവും മന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ പിൻഗാമിയാണ് അതിഷി. ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് അതിഷി. 2024 മികച്ച ജില്ലാ പഞ്ചായത്ത് ആർ വരുന്നത് മലപ്പുറമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭ കൊയിലാണ്ടി. മികച്ച നഗരസഭ കൊയിലാണ്ടി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വരുന്നത് കല്യാശ്ശേരി വൈക്കത്തുള്ള കല്യാശ്ശേരിയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച പഞ്ചായത്ത് പീലിക്കോട് കതിരൂർ. മികച്ച ജില്ലാ പഞ്ചായത്ത്. 2024 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചത് മലപ്പുറത്തിനാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭ കൊയിലാണ്ടി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കത്തുള്ള കല്യാശ്ശേരിയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. പഞ്ചായത്ത് പീലിക്കോടും വരുന്നുണ്ട്, പിന്നെ ഏതാണ്? കതിരൂറുമുണ്ട്. കതിരൂർ. മികച്ച പഞ്ചായത്ത് 2 എണ്ണമുണ്ട്, പീലിക്കോട്, കതിരൂർ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമിറ്ററികൾ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നിഹോൻ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ. അതായത് നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് വർഷിച്ചല്ലോ, അപ്പോൾ അതിനെ അതിജീവിച്ച ആളുകളുടെ സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ എന്നറിയപ്പെടുന്നത്. ലോകത്തെ അണ്വായുധ മുക്തമാക്കാനുള്ള അവരുടെ പ്രവർത്തനത്തിനാണ് അവർക്ക് 2024 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഏത് സംഘടനയ്ക്കാണ്? ഒരു ജാപ്പാനീസ് സംഘടനയായ നിഹോൻ ഹിഡാൻക്യോയ്ക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്.
2024 വയലാർ അവാർഡ് നേടിയത് അശോകൻ ചെരുവിലാണ്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് വയലാർ അവാർഡ് 2024 ലഭിച്ചത്. അടുത്തതായി 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ഇനി 2022 എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. 2022 എസ് ഹരീഷിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മീശ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. 2021 ബെന്യാമിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. നമുക്കൊന്നുകൂടി നോക്കാം. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്. 2023 ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ഇനി 2022 എസ് ഹരീഷിൻ്റെ മീശയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ചു. 2021 ബെന്യാമിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? അയ്യങ്കാളിയായിരുന്നു. സാധുജന പരിപാലന സംഘം. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. ഇതിൻ്റെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പംതറ കാളിച്ചോതി കറുപ്പൻ. ഇനി അടുത്തത്, അയ്യങ്കാളി ജനിച്ച തീയതി എത്രയാണ്? 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അയ്യൻ എന്നും അമ്മയുടെ പേര് മാല എന്നുമായിരുന്നു. അയ്യങ്കാളിയെ എന്താണ് വിശേഷിപ്പിച്ചിരുന്നത്? ആളിക്കത്തിയ തീപ്പൊരി എന്നാണ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഈ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടത് ഏതു വർഷമാണ്? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടത്. ഇത് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് എപ്പോഴാണ്? സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് എന്നാണ്? 1938 പുലയ മഹാസഭയായത്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായത് 1938. ഇനി അയ്യങ്കാളി ജനിച്ച വർഷമാണ് 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയും അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുമാണ്. വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ഏതാണ്? 1993 വില്ലുവണ്ടി സമരം നടത്തിയ വർഷം. വില്ലുവണ്ടി സമരം എന്തിനായിരുന്നു നടത്തിയത്? ആരായിരുന്നു നടത്തിയത്? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം.
പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ ഒരു സമരമാണ് വില്ലുവണ്ടി സമരം. അത് നടത്തിയത് എന്നാണ്? 1893 വില്ലുവണ്ടി സമരം നടന്നത്. അതുപോലെ തന്നെ അതെങ്ങനെയായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയത്? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി സമരം നടന്നത് 1893. അതുപോലെ തന്നെ കല്ലുമാല പ്രക്ഷോഭം ഉണ്ടായി. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ വർഷം ഏതാണ്? 1915. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ വർഷം 1915. കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? പെരിനാട്, കൊല്ലത്താണ്. കൊല്ലത്താണ് കല്ലുമാല പ്രക്ഷോഭം നടന്നത്. പെരുന്നാട്ടു ലഹള എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? കല്ലുമാല സമരം. 1915 നടന്ന കല്ലുമാല സമരമാണ് പെരിനാട്ടു ലഹള എന്ന പേരിൽ അറിഞ്ഞിരുന്നത്. കല്ലുമാല സമരമാണ് പെരുന്നാട്ടു ലഹള. അതായത് പെരുന്നാട്, കൊല്ലത്താണ് ഈ ലഹള നടന്നത് 1915. വില്ലുവണ്ടി സമരം 1893 അയ്യങ്കാളി നടത്തിയ സമരമാണ്. താഴ്ന്ന ജാതിക്കാർക്ക് റോഡിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമാണ് വില്ലുവണ്ടി സമരം. അതുപോലെ തന്നെ അടുത്തതേതാ? കല്ലുമാല സമരം. കൊല്ലത്ത് വെച്ച് നടന്ന സമരമാണ്. കൊല്ലമാണ് പെരുന്നാട് കൊല്ലത്ത് വെച്ച് നടന്ന സമരമാണ്. ഇതിന് പെരുന്നാട്ടു ലഹള എന്നും അറിയപ്പെടുന്നു. ഇനി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിത്രകൂടം വെങ്ങാനൂറാണ്. വെങ്ങാനൂറിലാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 1114 കഥ എന്ന കൃതി രചിച്ചത്. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ചത്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ഏതായിരുന്നു? ജീവിതം ഒരു സമരം ആയിരുന്നു അക്കാമ ചെറിയാൻ്റെ ആത്മകഥ. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. 1938 ദേശസേവികാ സംഘം സ്ഥാപിച്ചത്. ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആരാണ്? 1938 ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ 1938 ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ അറിയപ്പെടുന്നത് ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് അവർ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവരറിയപ്പെട്ടിരുന്നത് എന്താ? കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്നു. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി. അതാരാണ് വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നും അറിയപ്പെട്ടിരുന്നു. ഇനി ഇവരുടെ രാജധാനി മാർച്ച് വളരെ പ്രസിദ്ധമാണ്. 1938 തന്നെയാണ് ദേശസേവികാ സംഘം സ്ഥാപിക്കപ്പെട്ടത്. 1938 രാജധാനി മാർച്ച് നടത്തിയത്. 1938 രാജധാനി മാർച്ച് നടത്തിയത് അക്കാമ ചെറിയാനാണ്. രാജധാനി മാർച്ച് 1938 എവിടെ വരെയാണ്? തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് രാജധാനി മാർച്ച്.
തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ 1938. ഈ കൊല്ലം ഓർത്തു വയ്ക്കണം. ദേശസേവിക സംഘം സ്ഥാപിച്ചത് 1938. രാജധാനി മാർച്ച് നടന്നത് 1938. പിന്നെ അക്കാമ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. അക്കാമ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. ഇവരിവിടെ നിന്നാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവർ സ്ഥാപിച്ചത് ഏതാണ്? അക്കാമ ചെറിയാൻ സ്ഥാപിച്ചത് ദേശസേവിക സംഘമാണ്. 1938. ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. ഝാൻസി റാണി എന്നും അറിയപ്പെടുന്നു. ഗാന്ധിജിയാണ് ഇദ്ദേഹത്തെ കേരളത്തിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. രാജധാനി മാർച്ച് 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ്.